السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن حذيفة بن اليماني رضي الله عنه كان النبي صلى الله عليه وسلم إذا استيقظ من منامه قال الحمد لله الذي അഹ്യാന ബഅദമ അമാതന വഇലൈഹി നുശൂർ. റവാഹു അൽ ബുഖാരി. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 6324 ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ ഹുദൈഫത്ത് ബിൻ യമാനി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസിന്റെ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനുഷ്യര് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുവാനുള്ള ഒരു പദമാണ് അൽഹംദുലില്ലാ എന്നുള്ളത്. ഏതെല്ലാം സന്ദർഭങ്ങളിൽ നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ടോ അതൊക്കെയും ആ കിട്ടിയ അനുഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. എന്നാൽ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? ഏറ്റവും വലിയ ഭാഗ്യം എന്താ? അത് ഈ ശരീരത്തിലുള്ള റൂഹാണ്. അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് സ്വത്തും മുതലും സമ്പാദ്യവും സ്വാധീനവും ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറുവിരൽ അനക്കാൻ പോലും പിന്നെ അതിന് കഴിയില്ല. അത്തരം ഒരു മഹാഭാഗ്യം ഓരോ ദിവസത്തിലും നമ്മളെ തേടിയെത്താറുണ്ട്. മരണം വ്യത്യസ്തമായ രൂപങ്ങളിലാണ് കടന്നു വരിക. ദിനം പ്രതി മരിക്കുന്നവരും ദിനം പ്രതി എഴുന്നേൽക്കുന്നവരുമുണ്ട്. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മരിക്കുന്നവരും പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാത്തവരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ സൂറത്ത് സുമറിലെ 42-ാമത്തെ ആയത്തിലൂടെ പറയാം, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണവേളയിൽ മരിക്കുന്ന സന്ദർഭങ്ങളിൽ റൂഹിനെ പൂർണ്ണമായും പിടിച്ചെടുക്കുകയും വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ, ചിലതിനെ ഉറക്കത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ചിലതിനെ ഫയുംസികുല്ലാഹു അല്ലദീ ഖളാ അലൈഹിൽ മൗത്ത്, അതിൽ മരണം വിധിക്കപ്പെട്ട തീയതി എന്നാണോ അതുവരെ അതിനെ വീണ്ടും അയച്ചിടപ്പെടുകയും വയുർസിലു ഉഖറ ഇലാ അജലിൻ മുസമ്മ, ചിലതിനെ മരണവേളയിൽ പിടിക്കുന്നു, ചിലതിനെ മരണസമയത്തിന് ശേഷം അതിന്റെ അവധി വരെയും അള്ളാഹു പിന്തിച്ചിടുകയും ചെയ്യും. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലൊക്കെ ദൃഷ്ടാന്തമുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയും ചെയ്തു. അപ്പൊ നമ്മൾ ഓരോ രാത്രിയിലും ഉറങ്ങാൻ കടന്ന് എഴുന്നേൽറ്റ് വിരിപ്പിൽ നിന്ന് പൊങ്ങുന്നത് ഒരിക്കലും നമ്മുടെ കഴിവ് കൊണ്ടല്ല, അതല്ലെങ്കിൽ ടൈം പീസിന്റെയോ അലാറത്തിന്റെയോ ശക്തി കൊണ്ടോ ശബ്ദം കൊണ്ടോ അല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ വളരെ കൃത്യമായി എഴുന്നേൽക്കുമെന്ന് അഭിമാനപൂർവ്വം പറയുന്ന ആൾക്കാരുണ്ട്. ഞാനും നിങ്ങളൊക്കെ ഒരു ടൈം പീസിന്റെ ആവശ്യമില്ല, കൃത്യസമയത്ത് ഉണരും. ചിലപ്പോഴൊക്കെ അത് സംഭവിച്ചില്ല എന്നും വരാം. എന്തുകൊണ്ടാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചല്ല അല്ലാതെ ഒരു ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ ഒരു ബാഹ്യ ശക്തിക്കും കഴിയില്ല. ആ ഉറക്കം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. എഴുന്നേൽക്കൽ അതിനേക്കാൾ മഹത്തരമായ അനുഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉറക്കത്തിൽ എഴുന്നേറ്റാൽ പറയുന്ന ഒരു ദിക്റാണ് നമ്മളൊക്കെ ഇപ്പോഴും പറഞ്ഞു എഴുന്നേറ്റിട്ടുള്ളത്, ഇനി എപ്പോഴും പറഞ്ഞു എഴുന്നേൽക്കാറുള്ളതും. അൽഹംദുലില്ലാ അല്ലദീ അഹ്യാന, അല്ലാഹുവേ ഞങ്ങളെ ജീവിപ്പിച്ച റബ്ബേ നിനക്കാണ് സർവസ്തുതിയും. ബഅദമ അമാതന, ഞങ്ങളുടെ ഉറക്കത്തിന് മരണത്തിന് ശേഷം വ ഇലൈഹി നുശൂർ, നിന്നിലേക്ക് തന്നെയാണ് മടങ്ങാനുള്ളതും. മരണവും മടക്കവും ആ ഉറക്കത്തിലും എഴുന്നേൽക്കലിലും ഒക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഇഷ്ടദാസനായി ജീവിക്കാനും മരിക്കാനും കഴിയും എന്നുകൂടി ആ ഹദീസ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രംഗത്തും അവന് ശുക്ർ കാണിക്കുന്ന, അവന് ഹംദ് ചെയ്യുന്ന, തക്ബീറിന്റെയും തഹ്ലീലിന്റെയും ദിക്റുകൾ മൊഴിയുന്ന നാവിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാവിധ അബദ്ധങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തന്ന്
ഇരു ലോകത്തും നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്നവരിൽ പ്രായാധിക്യവും രോഗവുമായി കഴിഞ്ഞുകൂടുന്നവർക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സിഹത്തും താഖത്തും ആഫിയത്തും അല്ലാഹു എല്ലാവർക്കും എല്ലായ്പ്പോഴും നൽകി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ മാർഗത്തിൽ അല്ലാഹു പ്രവിശാലമായ അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ള മുത്തഖീകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. മരണസമയത്തുണ്ടാകുന്ന എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും മാറി അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞു പുഞ്ചിരിച്ചുകൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ് സാലിഹുകളും സിദ്ദീഖുകളും ശുഹദാക്കളുമുള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസിയത്ത് ചെയ്തവരെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങൾ ശാരീരികവും സാമ്പത്തികവും മാനസികവുമായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله وبركاته.